എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു പ്ലാനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബംബിൾ ബീ കോട്ടേജ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തത്. ഇത് കണ്ടെത്തിയത് നമ്മുടെ എയർബിഎൻബി എന്നാണ്. അവിടെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പം നല്ല കിടുവായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങളിത് സെലക്ട് ചെയ്തു. അവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ വളരെ ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും അതുപോലെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനൊന്നും വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. അവരുടെ കീ ഒക്കെ ഇങ്ങനെ നമ്പർ ലോക്കായിട്ട് നല്ല സേഫായിട്ട് വെച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറി. അപ്പോൾ തന്നെ അവിടുത്തെ ഓണറും പിന്നെ അയാളുടെ പട്ടിക്കുട്ടനും വന്ന് നമ്മളെ അകത്തോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയി കേട്ടോ. അങ്ങനെ ആ ലൊക്കേഷൻ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. മെയിൻ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ഗാംബ്ലിംഗ് പൂളിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് അവിടെ എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഉള്ളിലോട്ടൊക്കെ കയറി ഈ കാണുന്ന ബോർഡിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ പേര് നെക്ടാർ എന്നാണ്. ഇതിൽ ഫ്രണ്ടിൽ തന്നെ പൊള്ളെന്ന് പറയുന്ന വേറൊരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല വെൽ ക്ലീൻഡ് ആയിട്ടും വെൽ ഓർഗനൈസ്ഡും ആയിട്ടാണ് ഇവരിതിനകത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്നത്. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അകത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഒരു മിനി ഫ്രിഡ്ജും ഓവനും ടോസ്റ്ററും എല്ലാം തന്നെ നമുക്ക് അവിടെ തന്നെ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും എക്സ്ട്രാ ആയിട്ട് ക്യാരി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മിൽക്കും എഗ്ഗും ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് കോസിയാണ് ഇതിൻ്റെ അകമെന്ന്. അങ്ങനെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തപ്പോഴേക്കും ഹസ്ബൻഡ് വേയുടെ മുട്ടയൊക്കെ ഉണ്ടാകാൻ വേണ്ടി റെഡി ആയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് വേണ്ടി മുട്ടയും ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി പെടാപ്പാട് വിടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കിലെറ്റും അവിടെ അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെ എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇവനാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന താരം ഹോട്ടൽ. അവർ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ട് അത് യൂസ് ചെയ്യാനൊന്നും വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പ്രാവശ്യം നിങ്ങളിതുപോലെ സ്ട്രെസ് ഫ്രീ ആകാനും എൻജോയ് ചെയ്യാനും നിങ്ങളുടെ പാർട്ട്ണറുടെ മാത്രമുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. താങ്ക്സ് ഫോർ